നമസ്കാരം. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ, എന്നാൽ പലപ്പോഴും നമ്മൾ വേണ്ടത്ര സംസാരിക്കാത്തൊരു വിഷയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതും വളരെ വ്യത്യസ്തമായ ആനിമേ ശൈലിയിലുള്ള കുറച്ച് കിടിലൻ ദൃശ്യങ്ങളിലൂടെ. വളരെ ആവേശകരമായ ഈയൊരു ചരിത്രയാത്രയിൽ നമ്മൾ ഇന്നീ കാണുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ രൂപീകരണത്തിന് പിന്നിലെ അതിശയകരമായ കഥയാണ് നമ്മൾ അനാവരണം ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ചരിത്ര പരിജ്ഞാനം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ്? നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ ചോദ്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓപ്ഷനുകൾ ഞാൻ പറയാം. എ. ഗാന്ധിജി, ബി. സർദാർ വല്ലഭായ് പട്ടേൽ, സി. ജവഹർലാൽ നെഹ്റു, അതോ ഡി. സുഭാഷ് ചന്ദ്രബോസ് ആണോ? നിങ്ങളെ ഉത്തരമൊന്നും മനസ്സിൽ ഉറപ്പിച്ചോളൂ. കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ഞാനൊരു 2 സെക്കൻഡ് നിങ്ങൾക്ക് തരാം. യെസ്, ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം ശരിയാക്കിയവർക്കൊക്കെ ഒരു വലിയ കയ്യടി. പക്ഷെ കേട്ടോ, ഇത് വെറുമൊരു പേരോ ഉത്തരമോ മാത്രമല്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു ദൗത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ നേട്ടം ഇത്രത്തോളം മഹത്തരമാകുന്നതും ഭൂമിശാസ്ത്രപരമായി എത്ര വലിയൊരു വെല്ലുവിളിയാണ് അദ്ദേഹം അന്ന് ഏറ്റെടുത്തതെന്നും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അന്ന് ഇന്ത്യ നേരിട്ട വിഭജനത്തിന്റെ ആ വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ്. ഛിന്നഭിന്നമായി കിടന്ന അന്നത്തെ ഇന്ത്യയുടെ വ്യാപ്തി എത്രയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 500-ലധികം. ഈ സംഖ്യ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതം തോന്നിയേക്കാം. പക്ഷേ അതാണ് സത്യം. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലല്ലാത്ത 500-ലധികം നാട്ടുരാജ്യങ്ങൾ അഥവാ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പോലൊരൊറ്റ രാജ്യമല്ല, മറിച്ച് സ്വന്തമായ രാജാക്കന്മാരും ഭരണവുമൊക്കെയുള്ള 500-ലധികം ചെറിയ രാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു അന്നത്തെ ഇന്ത്യ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ഒരു അവസ്ഥ. ഈ കണക്കുകൾ കാണുമ്പോൾ ആ പ്രതിസന്ധിയുടെ വലുപ്പം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എടുത്താൽ അതിൽ 48% ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങളായിരുന്നു. ബാക്കി വരുന്ന വെറും 52% മാത്രമേ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പകുതിയോളം വരുന്ന ഭൂപ്രദേശം പല പല സ്വതന്ത്ര ഭരണാധികാരികളുടെ കൈകളിലായിരുന്നു. ഇന്ത്യ എന്ന ഒറ്റ രാജ്യമെന്ന ആശയത്തിനു മുന്നിലെ ഏറ്റവും വലിയ തടസ്സവും ഇതുതന്നെയായിരുന്നു. ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഈ നാട്ടുരാജ്യങ്ങൾക്ക് മുന്നിൽ 3 ഓപ്ഷനുകൾ വെച്ചു. ഒന്നുകിൽ അവർക്ക് ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അതുമല്ലെങ്കിൽ പൂർണ്ണമായൊരു സ്വതന്ത്ര രാജ്യമായി തന്നെ തുടരാം. എങ്ങനെയുണ്ട്? ഇന്ത്യ എന്ന ആശയത്തെ എന്നേക്കുമായി തകർക്കാൻ പോകുന്ന ഭയങ്കര അപകടകരമായൊരവസ്ഥയായിരുന്നു ഇത്. കാരണം ഇന്ത്യയ്ക്കുള്ളിൽ തന്നെ 100 കണക്കിന് ചെറിയ സ്വതന്ത്ര രാജ്യങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗങ്ങളോ ഉണ്ടാകുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു പ്രതിസന്ധിയാണ് അന്ന് സൃഷ്ടിച്ചത്. അപ്പോൾ ഈ വലിയ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അവിടെയാണ് ഛിന്നഭിന്നമായ ആ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പട്ടേലിന്റെ ചരിത്രപരമായ ദൗത്യം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ 48% വരുന്ന ആ വലിയ ഭൂപ്രദേശത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും ഒന്നാകെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുക എന്ന ആ ഭീമമായ ഉത്തരവാദിത്തം ഔദ്യോഗികമായി വന്നുചേർന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചുമരുകളിലാണ്. ആവശ്യമായ നയതന്ത്രവും എവിടെ കടുപ്പിക്കണമോ അവിടെ കാർക്കശ്യവും ഉപയോഗിച്ച് അദ്ദേഹം അവരുമായി ലയനക്കരാറുകളിൽ, അതായത് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷനിൽ ഒപ്പുവെപ്പിച്ചു. അസാമാന്യമായ തന്റെ നയതന്ത്രജ്ഞത ഉപയോഗിച്ച് അദ്ദേഹം ഈ വലിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി എന്നത് തികച്ചും നിഷ്പക്ഷമായി ചരിത്ര പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ പോകുന്നതിന് മുൻപ് ഒരു വലിയ ചിന്ത ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ആ 500ഓളം നാട്ടുരാജ്യങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേരാനോ സ്വതന്ത്രമായി തുടരാനോ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ സർദാർ പട്ടേലിന്റെ ഈയൊരു സംയോജന ദൗത്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപടം എങ്ങനെയായിരുന്നിരിക്കും? ഇന്ത്യയുടെ ഭൂപടത്തിൽ എത്ര ദ്വാരങ്ങളുണ്ടാകുമായിരുന്നു അല്ലേ? ചിലപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് തൊട്ടടുത്ത സംസ്ഥാനത്തേക്ക് പോകാൻ വരെ നമുക്ക് പാസ്പോർട്ട് വേണ്ടി വന്നേനെ. അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഏകീകൃത ഇന്ത്യ ഒരിക്കലും യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.